എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇറ്റ് ഈസ് ഓൾസോ ദ മോസ്റ്റ് എക്സ്പെൻസീവ് വൺ. ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ നമ്മളത് ഒരിക്കലും മറക്കില്ല, അല്ലേ? ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ഞാൻ അത് ഒരിക്കലും മറക്കില്ല. ഞാൻ അത് ആലോചിച്ചിട്ട് ഓക്കെ ഇനി ആ മിസ്റ്റേക്ക് എങ്ങനെ വരുത്താണ്ടിരിക്കാന്ന് ആലോചിച്ച് അത് ഇമ്പ്രൂവ് ആക്കും, ബെറ്റർ ആക്കും, അല്ലെങ്കിൽ ആ സെയിം മിസ്റ്റേക്കിൽ പോയി ചാടാണ്ടിരിക്കാൻ നോക്കും. ഈ ഒരു മൈൻഡ് സെറ്റ് നല്ലതാണ്, എല്ലാം എക്സ്പീരിയൻസ് നിന്ന് പഠിക്കുക എന്നുള്ളത്. പക്ഷേ വൈ ഡൂയിങ് ഹാർഡ് വർക്ക് വെൻ ദർ ഇസ് എ സ്മാർട്ട് ആൻഡ് ബെറ്റർ വേ ടു ഡു ഇറ്റ്? ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ചെയ്യുന്നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വേ ഉണ്ട്. ഹാവ് എ മെൻറ്റർ. നിങ്ങളുടെ സെയിം ഫീൽഡിലോ നിന്റെ സെയിം ഡയറക്ഷനിലോ നീ ആഗ്രഹിക്കുന്ന സക്സസ് നേടിയിട്ടുള്ള ഒരാളെ നിന്റെ മെൻറ്ററായിട്ട് നീ കണ്ടെത്തുക. എന്നിട്ട് ആളോട് ചോദിക്കുക ഹെൽപ്പും. ആളോട് ലൈക്ക് ഒരു പേയ്മെൻറ്റ്, ഒരു പൈസ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഐ ഓൾവേസ് ഫൈൻഡ് മൈസെൽഫ് ലക്കി ദാറ്റ് ഐ ഗെറ്റ് പീപ്പിൾ ഹൂ ഹെൽപ്പ് മീ ഇൻ മൈ ഫീൽഡ്, ഇൻ മൈ ഡയറക്ഷൻ വിത്തൗട്ട് എനി കോസ്റ്റ്. ലൈക്ക് ഞാൻ എന്നെ പോലെ ആവാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ അവനിൽ കാണുന്ന എന്നെയാണ്. അപ്പം ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത് ഇൻ വൺ വേ. അവിടെ ഞാൻ ഒരു പേയ്മെൻറ്റ് അവൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദ പോയിന്റ് ഇസ് ഹാവ് എ മെൻറ്റർ. ഇത് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ കാര്യമായിട്ട് തോന്നും, പക്ഷേ ഇറ്റ് ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ടൈം. നീ മിസ്റ്റേക്ക് പഠിക്കുമ്പോഴത്തേനും അത് ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ എടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ കുറച്ചധികം സമയമെടുക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ ജിമ്മിൽ പോയി, നിനക്ക് വേണമെങ്കിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കി നിനക്ക് ബെസ്റ്റ് ആയിട്ടുള്ള വർക്കൗട്ട് റൂട്ടീൻ കണ്ടെത്താൻ പറ്റും. പക്ഷെ നീ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഫിസിക്കുള്ള, നീ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് ഉള്ള ഒരു കോച്ചിങ് തരാൻ പറ്റുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അയാൾ പഠിച്ചത് മേ ബി 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത എക്സ്പീരിയൻസ് ആയിരിക്കാം. അത് നിനക്ക് അയാൾ പറഞ്ഞു തരുമ്പോൾ നിനക്കത് മേ ബി നീ അത് പഠിക്കുന്നത് ചിലപ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും നിനക്ക്. അപ്പം അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. ഒന്നല്ലെങ്കിൽ നിനക്ക് അയാളെ പോയ പോലെ ആ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം ഗ്യാപ്പ്, ആ ഒരു ടൈം പീരീഡ് എടുത്ത് മെല്ലെ നിൻ്റെ തന്നെ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കാം. അത് പഠിക്കേണ്ടതല്ല, അങ്ങനെ പഠിക്കാം. ബട്ട് ദാറ്റ് ഈസ് എക്സ്പെൻസീവ്. നിനക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് പഠിക്കാം. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒരു പ്രൊജക്ട് പ്രസൻറ്റേഷൻ്റെ ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ ബാക്കി എല്ലാ സ്റ്റുഡൻസും എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. ചിലർ മിററിൽ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, ചിലർ തന്നെ വീഡിയോ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ പല രീതിക്ക് ആൾക്കാർ പ്രിപ്പയർ ചെയ്യാം. അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയൊരു കഥയാണ് ഞാൻ പറയണത്. പക്ഷേ ദർ വാസ് ദിസ് വൺ ഗായ്. അവൻ്റെ ഒരു ടീച്ചറിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിലൊക്കെ നല്ലോണം സൂപ്പറായിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ, ഒരു മെൻറ്ററിൻ്റെ, ഒരു ട്രെയിനറിൻ്റെ ഹെൽപ്പോടെ ഇവൻ പ്രിപ്പയർ ചെയ്തു. ഒരു പ്രൊജക്റ്റ് പ്രസൻറ്റേഷനാണ്. അപ്പോൾ ബാക്കി എല്ലാവരും വേർഡ്സ് കൊണ്ടും അവരുടെ സ്കില്ലും അവരുടെ പ്രസൻറ്റേഷൻ ആ ഒരു ക്വാളിറ്റി കൊണ്ട് അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇവൻ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടെ വെച്ചു. അത് അവൻ്റെ ഐഡിയ അല്ല, അവൻ്റെ ടീച്ചർ കൊണ്ടുവന്നൊരു ഐഡിയ ആണ്, കുറച്ചുകൂടെ എൻഗേജിങ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ അത് കാണുന്നുണ്ട്. ജിമ്മിൻ്റെ എന്തോ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ കിക്ക് ബോക്സിങ് അങ്ങനത്തെ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ ഇവൻ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനിത് ഇൻട്രസ്റ്റ് ഇല്ല, ഇവൻ്റെ ഈ ഒരു മെൻറ്റർ ഇവനെ ഇൻസിസ്റ്റ് ചെയ്തിട്ട് ഇവന് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷേ when the results came, he won the project presentation competition. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിനക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ യു ക്യാൻ അച്ചീവ് യുവർ റിസൾട്ട്സ് ഫാസ്റ്റർ ദാൻ യു അലോൺ ക്യാൻ ഡു ഇറ്റ്. നീ തന്നെ അച്ചീവ് ചെയ്യുന്ന സക്സസും റിസൾട്ടും അതിനേക്കാളും ഫാസ്റ്റായിട്ടും അതിനേക്കാളും ബെറ്റർ ആയിട്ടും നിനക്ക് റിസൾട്ട്സ് കിട്ടുക നിൻ്റെ സെയിം ഫീൽഡിൽ നീ ആഗ്രഹിക്കുന്ന സക്സസ് നേടിയിട്ടുള്ള ഒരു മെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഏതൊരു സ്കില്ല് പഠിക്കുമ്പോഴും ഫൈൻഡ് എ മെൻറ്റർ, ഗോ ഓൾ ഇൻ, ജസ്റ്റ് ഡു ഇറ്റ്. റീസെൻ്റ്ലി ഞാൻ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, ദ മാസ്റ്ററി ബൈ റോബർട്ട് ഗ്രീൻ. അപ്പോൾ വായിച്ച് മുഴുവൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇൻസൈറ്റ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫൈൻഡ് എ മെൻറ്റർ ഹു ക്യാൻ ഗൈഡ് യു. ഞാൻ എല്ലാം ഈ മിസ്റ്റേക്സ് നിന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളല്ലായിരുന്നു. ഞാൻ മിസ്റ്റേക്കേ വരുത്താൻ ശ്രമിക്കാത്ത ഒരാളായിരുന്നു. ലൈക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ഒഴിവാകാൻ നോക്കും. എനിക്ക് ഇഷ്യൂസോ കാര്യങ്ങളോ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റ്സും എനിക്കിഷ്ടമില്ല. പക്ഷെ ദ തിങ് ഇസ്, എനിക്ക് മിസ്റ്റേക്ക് വരുത്തിയിട്ട് പഠിക്കാം. അത് ഞാൻ പഠിച്ചു. മിസ്റ്റേക്ക് വരുത്തിയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചു. പക്ഷേ കോട്ട് കേട്ടു, നമ്മുടെ
വിജയ് ദേവരകൊണ്ട എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആക്ടർ ഉണ്ട്. ആൾ പറയുന്ന ഒരു കോട്ടോ സംവെയർ ഐ സോ ദിസ് വീഡിയോ ഫ്രം ഹിസ് ഇൻ്റർവ്യൂ. അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ലൈഫ് ടൈമിൽ അയാൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകളും ലെസൺസും പഠിച്ച കാര്യങ്ങളും എക്സ്പീരിയൻസും മേ ബി ഒരു 30-40 ഇയേഴ്സ് കൊണ്ട് ആൾ ഉണ്ടാക്കിയെടുത്ത അത്രയും നോളജും മിസ്റ്റേക്സും കാര്യങ്ങളും അയാളൊരു 300-200 പേജ് ഉള്ള ഒരു ബുക്കിലേക്കാക്കി കൺവേർട്ട് ചെയ്യാണ്. അങ്ങനത്തെ ബുക്കുകൾ വായിക്കുമ്പോൾ, അതായത് സ്പെസിഫിക്കലി സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ ലൈഫിലൂടെ നിങ്ങൾ കടന്നു പോവാണ്, ആ മിസ്റ്റേക്കുകളിലൂടെ, ആ സെയിം സിനാരിയോയിലൂടെ. അപ്പോൾ ഈ മിസ്റ്റേക്കിൻ്റെയൊക്കെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ ലൈഫിലും ഒരു പോയിന്റ് എത്തുമ്പോൾ റിപ്പീറ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ മിസ്റ്റേക്സുകൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പുസ്തകം അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാൻ പറയുന്നത്. എനിക്ക് ഇനീഷ്യലി ഒട്ടും പുസ്തകം വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഓൾറെഡി സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ പുറത്ത് കൂടെ വേറെ ബുക്ക് വാങ്ങിയിട്ട് വായിക്കണം, ഇവരെന്താ ഭ്രാന്താണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ടൈപ്പ് ആളായിരുന്നു ഞാനും. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കി, ഓക്കെ, ഇത് വെറും ഞാൻ വായിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടി മാത്രമല്ല. ഇന്നുണ്ടാവുന്ന ഇൻസൈറ്റ്സ് മേ ബി എനിക്ക് എൻ്റെ ഒരു 5 കൊല്ലം 10 കൊല്ലം സേവ് ചെയ്തേക്കാം. അത് ഞാൻ ആ മിസ്റ്റേക്ക് വരുത്തി എനിക്ക് പഠിക്കാം ഈ സെയിം ലെസൺ. It will be more expensive. I hope you understand and get some value from this video. Thank you.